തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനൊന്നു പാടിടാം കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനൊന്നു പാടിടാം തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ. എവിടെയെങ്കിലും ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കൾക്ക് പഠിക്കാനുണ്ടല്ലേ. നമ്മുടെ പാഠഭാഗമാണ് തെയ്യത്തിന്തക എന്ന് പറയുന്നത്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? മലയാളത്തിൻ്റെ പ്രിയ ഗാനരചയിതാവാണ് BK ഹരിനാരായണനാണല്ലേ. നമ്മൾ കേട്ട ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാടൻ പാട്ട് അങ്ങനെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു വരികൾ, കുറച്ച് വരികൾ, അതും അർത്ഥവത്തായ പ്രസക്തമായ വരികൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾക്ക് കോവിഡ് വന്നത്, നമ്മൾ വീട്ടിൽ അടച്ചിരുന്നത്, സാനിറ്റൈസർ, അതുപോലെ ക്വാറന്റൈൻ എന്ന വാക്കുകളൊക്കെ നമ്മൾക്ക് പരിചിതമായത്? ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നു അല്ലേ? അതെങ്ങനെ നമ്മൾ അതിജീവിച്ചു, അല്ലെങ്കിൽ ആ കാലം നമ്മൾ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം ഈ വരികളിലൂടെ നമ്മളോട് പറയുന്നത്. അതിമനോഹരമായ ഒരു നാടൻ പാട്ടാണ് അല്ലേ. നമ്മൾ പാഠഭാഗമായിട്ട് അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ സാധാരണ ഈ നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്ന് കാണാറുണ്ട്. കാരണം എന്താണ്, പരീക്ഷയ്ക്ക് എഴുതുക എന്നതിലപ്പുറം ഇത്തരം പാട്ടുകൾ ജീവിതഗന്ധികളായ അല്ലെങ്കിൽ അർത്ഥവത്തായ സാമൂഹിക പ്രസക്തിയുള്ള ഇത്തരം വരികളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ എന്നത് നാടൻ പാട്ടിൻ്റെ വായ്ത്താരി എന്ന് നമ്മൾ പറയും. അത് ഇതിൻ്റെ ഈണം അല്ലേ, താളത്തെയാണ് വായ്ത്താരികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നാടൻ പാട്ടുകൾക്ക് താളം നൽകുന്നതാണ് വായ്ത്താരികൾ. നിങ്ങളോട് ഇതേ വായ്ത്താരിയിൽ മറ്റു വരികൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ടീച്ചറിൻ്റെതായ കുറച്ച് വരികൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം? ഇതുപോലെ ഇതിനും മനോഹരമായിട്ടൊക്കെ നിങ്ങൾക്ക് വരികൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ പാടുകയാണേ. തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ നേരം കെട്ടൊരു നേരത്തെന്തടോ പൂങ്കുരുവികൾ പാടുന്നു അത്തിമരച്ചില്ലയിലത തത്തകളെല്ലാം ആടുന്നു. നേരം കെട്ടൊരു നേരത്തെന്തടോ പൂങ്കുരുവികൾ പാടുന്നു അത്തിമരച്ചില്ലയിലത തത്തകളെല്ലാം ആടുന്നു. തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ. ആ മലയുടെ ചോട്ടിലെന്തൊരു തൂവെളിച്ചമാണടി അമ്പിളിക്കല താഴെ വന്നൊരു മുത്തം നൽകണ പോലടി. ആ മലയുടെ ചോട്ടിലെന്തൊരു തൂവെളിച്ചമാണടി അമ്പിളിക്കല താഴെ വന്നൊരു മുത്തം നൽകണ പോലടി. തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ തെയ്യത്തിന്തക തെയ്യത്തിന്തക തെയ്യത്തിന്തകത്താതിനോ. അപ്പം മക്കളെ, ഈ ഒരു വായ്ത്താരിക്ക് ബാക്കി വരികൾ നിങ്ങൾ കൂട്ടിച്ചേർക്കുമല്ലോ അല്ലേ. ഇത് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. BK ഹരിനാരായണൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഗാനരചയിതാവ് കൂടിയാണ്. എന്തിനാലും ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നില്ല. പക്ഷെ നമ്മളിത് പഠനഭാഗത്തെ അല്ലെ പഠനാവശ്യത്തിൻ്റെ ഭാഗമായിട്ട് എഴുതി ചേർത്തതായതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ ചേർത്ത് വെക്കാം അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വാക്കുകളും വരികളും എഴുതി ചേർക്കാം, അല്ലെങ്കിൽ സംഭാഷണം എഴുതാം തുടങ്ങിയ ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ പ്രാണ അവിടെയുണ്ട്. അപ്പോൾ 4ാം ക്ലാസ്സിലെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, പ്രാണയിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവിടെ ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിലപ്പുറം നിങ്ങൾ അറിയേണ്ട കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ.